ഇതാണ് മോനെ മീൻകറി. റെസിപ്പിക്ക് വീഡിയോ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മളൊരു മീൻകറിയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി നുറുക്കൊന്നുമില്ല, അങ്ങനെ തന്നെ ഇട്ടുകൊടുക്കും കേട്ടോ. ഒന്ന് മൂപ്പിക്കുക. അത് മൂത്ത് വരാനായിട്ട് 1 സ്പൂൺ ഉപ്പ് വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാവുന്നതാണ്. 1 സ്പൂൺ ഉപ്പ് നമ്മൾ അതിൽ ചേർക്കും. ഉള്ളി ചെറുതായിട്ട് ചൂടായിട്ടുണ്ട് കഴിഞ്ഞാൽ അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഈ 3 അരിഞ്ഞത് ചേർക്കാം. അതിൻ്റെ ഒരു പച്ച മണമുണ്ട്, അത് മാറുന്നവരെ നന്നായി വെക്കുക. ഇതിൻ്റെ പച്ചമുളക് മാറി ഒന്ന് മൂത്ത് വന്ന് കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് 1 തര ബീഫ് ഇനി ഇതിലേക്ക് ഒരു മാങ്ങ, ചെറിയൊരു 2 മാങ്ങയുണ്ട്, 2 മാങ്ങ അരിഞ്ഞത് കഴിപ്പിക്കും. ഇതൊരു ചെറുതാണ്, അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ നുറുക്കാനൊന്നും വെച്ചിട്ടില്ല. വലിയ മാങ്ങയാണെങ്കിൽ നീളത്തിൽ നുറുക്കിയിടാം. ഇതിപ്പോൾ ഒരു ചെറിയ മാങ്ങയാണ്, ചെറിയ 2 മാങ്ങയുണ്ട്, ഞാൻ നുറുക്കാനൊന്നും നിന്നിട്ടില്ല. അങ്ങനെ തന്നെ ഒന്ന് എടുക്കുക. ഈ മാങ്ങയൊന്ന് വെന്ത് വരണം. ഉള്ളിയും അതുപോലെ തന്നെ ഒന്ന് വെന്ത് വരണം. അതിന് വേണ്ടിയിട്ട് നമ്മളത് അടച്ചു വയ്ക്കും. ഒരു 2-3 മിനിറ്റ് അടച്ചു വയ്ക്കുമ്പോഴേക്കും റെഡിയാണ്. മാങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം മാങ്ങയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് പൊടികൾ ഇതിനകത്തേക്ക് ചേർക്കാം. ഉള്ളിക്ക് നിറം മാറി തുടങ്ങി. വെന്തു. നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. ആദ്യം ചേർക്കുന്നത് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ ഒരു 2 സ്പൂണ് ചിക്കൻ പൊടി, ഇല്ലെങ്കിൽ 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂണ് ഗരം മസാല കൂടിയിട്ട് ചേർക്കാം. ഇവിടെ ഇപ്പോൾ നമുക്ക് ഫിഷ് മസാല ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ഫിഷ് മസാല ചേർക്കും. ഇല്ലെങ്കിൽ
1 സ്പൂണ് ഗരം മസാലയും 1 സ്പൂണ് മുളക് പൊടിയും ചേർക്കുക. എല്ലാം കൂടി ഒരുമിച്ച് ചേർത്തിട്ട് ഇളക്കിയാൽ മതി. നന്നായി ഈ പൊടികളൊക്കെ മൂക്കാനായിട്ട് ഇളക്കുക. നല്ല മണം വരും. ഇതിലേക്ക് വേറെ ഒരു പുളിയോ സാധനങ്ങളൊന്നും ചേർക്കുന്നില്ല. ഈ മാങ്ങയുടെ പുളിയും ഇതുമാണ് നമ്മൾ പ്രധാനമായിട്ടും ഇതിൽ ഉപയോഗിക്കുന്നത്. ഇനി പൊടികളും നമ്മൾ കൂടുതലായിട്ട് ചേർക്കുന്നില്ല. നന്നായി ഇളക്കിയ ശേഷം ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇത് വീണ്ടും തിളയ്ക്കാനായിട്ട് വയ്ക്കുന്നു. നമ്മളൊന്ന് അടച്ചു വയ്ക്കുന്നു. തിളച്ചു വയ്ക്കുന്നു. വെള്ളം ഒന്ന് തിളച്ച് വരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വെള്ളം തിളച്ചു. അതിലേക്ക് ഒരു തേങ്ങയുടെ 1/4 ഭാഗം അല്പം മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂൺ ഉപ്പും ചേർത്തിട്ട് അരച്ചിട്ട് ഉള്ളത് നമ്മൾ ഇതിലേക്ക് ചേർക്കണം. അല്പം വെള്ളം ഒഴിച്ചിട്ട് മിക്സിയുടെ ജാറൊന്ന് കഴുകിയിടുക. അപ്പോൾ തേങ്ങയുടെ അരപ്പ് ഏകദേശം മുഴുവനായിട്ടും പറ്റിയെങ്കിലും ഏകദേശം പൂർണ്ണമായിട്ടും ഇതിലേക്ക് കലക്കും. നന്നായി നിൽക്കുക. ഇപ്പോൾ അധികം കൊഴുപ്പൊന്നും ഉണ്ടാവില്ല. ഉപ്പ് ഈ സമയത്ത് നോക്കാവുന്നതാണ്. മീൻ ഇട്ടിട്ടില്ല. ഇപ്പോൾ മീൻ കൂട്ടാത്ത ആൾക്കാർ മീൻകറി ഉണ്ടാക്കും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഉപ്പ് നോക്കണം. ഉപ്പ് കുറച്ചുകൂടി വേണം. ഞാനൊരു 1/2 സ്പൂൺ ഉപ്പ് കൂടി ചേർക്കും. കാരണം ഇതിലേക്ക് മീൻ കൂടി വന്നു കഴിഞ്ഞാൽ ഉപ്പുണ്ടാകും. അതുകൊണ്ട് ഉപ്പ് നോക്കി ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 സ്പൂൺ കുരുമുളകാണ്. നിർബന്ധമില്ല, ഓപ്ഷനിലാണ്. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ, ഒരു 1-1.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നതും ടേസ്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. ഇതൊന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മീൻ ചേർക്കാം. ഞാനിവിടെ കായൽ മീനാണ് എടുത്തിരിക്കുന്നത്. കായലാവോലി എന്ന് പറയുന്ന മീൻ, അതിൻ്റെ തലയും വാലുമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കുറച്ച് നെയ്യുള്ള ടൈപ്പ് മീനാണ്. അതുകൊണ്ട് തന്നെ ഒരു കൊഴുപ്പ് മീൻ കറിക്ക് വരും. മെല്ലെ ഇരിക്കും തോറും അതൊന്ന് കൊഴുത്ത് വരും. കുറച്ച് നെയ്യുള്ള ടൈപ്പ് മീൻ. മീൻ നന്നായിട്ട് ഈ കറിയിൽ മുങ്ങി കിടക്കുന്ന രീതിയിൽ ഒന്ന് മുക്കിയിടുക. ഈ തേങ്ങാപ്പാലിൽ ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ തേങ്ങ അരച്ചാണ്
മറ്റേ കൂട്ടിൽ കിടന്ന ഈ മീനൊന്ന് വേവും. ഒരു 2-3 മിനിറ്റ് മീൻ വേവും. അധികം സമയം എടുക്കാതെ വേവുന്ന മീനുകളിലൊന്നാണ്. അടച്ചു വയ്ക്കുക, ഒന്ന് തിളക്കട്ടെ. തിളച്ച ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക, വീണ്ടും അടച്ചു വയ്ക്കുക. ഇപ്പോൾ മീനൊക്കെ നന്നായി തിളച്ചു. ഇനി ഇതിലേക്ക് 3 കാര്യങ്ങൾ കൂടി ചെയ്തു തരാം. ഒന്നാമത്തെ കാര്യം, ഇതിനകത്ത് അല്പം കൂടി ഉപ്പ് ചേർക്കേണ്ടി വരും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാങ്ങയുടെ പുളി കൂടുന്തോറും ഉപ്പിൻ്റെ രസം നിങ്ങൾക്ക് കുറഞ്ഞു വരും. ഉപ്പ് നോക്കി കഴിഞ്ഞാൽ നേരത്തെ അത്ര ഉണ്ടാകും. ഒരു 1/2 സ്പൂൺ കൂടി ഉപ്പ് ചേർക്കുക. ഒപ്പം എരിവും ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 1 സ്പൂണ് ഫിഷ് മസാല കൂടി ചേർക്കും. അപ്പോൾ നേരത്തേക്കാളും കുറുകി വന്നോളാം. ഇനിയും അതൊന്ന് കൂടി കുറുകും. മീൻ കൂട്ടാൻ കുറച്ച് നേരം വെച്ച് തണുത്തിട്ട് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും ടേസ്റ്റോടെ. രണ്ടാമത്തെ കാര്യം, കുറച്ച് ചതച്ച മുളക് ഇതിനകത്തേക്ക് ചേർക്കും. മൂന്നാമത്തെ കാര്യം ഇതിൻ്റെ താളിപ്പാണ്. താളിപ്പ് ചെയ്യുന്നതിന് മുൻപായിട്ടൊന്ന് ഇളക്കി ഒന്ന് അടച്ചു. അടിപൊളിയുണ്ട്. തീ ഓഫ് ചെയ്ത് ഇതൊന്ന് അടച്ചു. ഇനി ഇതിലേക്ക് താളിപ്പിൻ്റെ കാര്യങ്ങൾ. താളിപ്പിനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചു. അതായത് 3 സ്പൂൺ എണ്ണ ഒഴിച്ചു. അതിലേക്ക് ആദ്യമായിട്ട് 1/4 സ്പൂണ് ഉലുവ, ഉലുവ ഒന്ന് പൊട്ടിച്ചുവന്ന് വരുന്ന സമയത്ത് അതിലേക്ക് 1 സ്പൂൺ കടുക്, കടുകൊന്ന് പൊട്ടിയുമ്പോൾ ഒരു 3 ചെറിയ ഉള്ളി മുറിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. കൂട്ടത്തിൽ ഒരു 3 വറ്റൽ മുളക് പകുതി മുറിച്ചിട്ട് ഇട്ടു. ഒരേതല വേപ്പിലയും ഇടുക. ഇനി ആ ഉള്ളി ഒന്ന് മൂത്ത് ഒരു ബ്രൗൺ നിറത്തിലേക്ക് വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഉള്ളി ഒരു ബ്രൗൺ നിറത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. ഈ താളിപ്പ് നേരെ നമ്മുടെ മീൻ കറിയിലേക്ക് ഒഴിക്കും. അടച്ചു. ഇത്രയുമാണ് മീൻ കറി ഉണ്ടാക്കാനായിട്ട്